ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് 50K ഒക്കെ ആയി, 50K ഒക്കെ ആയിട്ട് സെലിബ്രേഷൻ അങ്ങനെയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഒന്ന് ഒരു കേക്ക് വാങ്ങിക്കണം, പക്ഷേ ഓരോരോ തിരക്ക് മറന്നു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നീണ്ടു പോയി ചേരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയൂലേ, ഇപ്പോഴായിരിക്കും ഇങ്ങനെയായിരിക്കും ആ സമയം വന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നീ എന്താണ് ഈ ഇരുന്ന് പറയണേന്നല്ലേ, ഇപ്പം നീയാനെ മാത്രമുള്ളൂ കാണിക്കണേ, നീ ഇരുന്ന് എന്തൊക്കെയോ പറയണ്ടല്ലോ എന്നല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഈ കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സർപ്രൈസ് ആയിപ്പോയി. കാരണം അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടുള്ള ഒരു കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ഇപ്പം നിയ ഇതിൽ ഇൻട്രോ പോലെ ഇരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിയ ഇതിൻ്റെ ഈ വീഡിയോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് കാണണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് പോകണം കേട്ടോ. നമ്മുടെ നിയാക്ക് ബ്രോ ആൻസിസ് എന്നും പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. നിയായും നിസായും കൂടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ് കേട്ടോ. അത് കുറേ നാളായിട്ട് അതങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിയാക്ക് അത് ഒന്ന് പൊടി തട്ടിയെടുക്കുക പറയൂലേ, അതുപോലെ കേട്ടോ. അപ്പോൾ നിയ ഒപ്പിച്ച ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് സർപ്രൈസ് തന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. ഇത് നമ്മുടെ നാത്തൂൻ്റെ മോനും നിയയുടെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഇവരെയും കൂടി കൂട്ടി നിർത്തിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നിയ ഒപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് അവൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടിട്ട് തന്നെ. മമ്മായി ചിമ്മാമി വന്നേക്കണേ. സമയം അത് എന്തോ പറയാൻ വേണ്ടി വന്നേക്കണേ. നിസ എനിക്ക് കരിമമ്മായി ചിമ്മാമി വന്നേക്കണേ. സെലിബ്രേഷൻ പ്രതീക്ഷിച്ചില്ല. വയ്യോ എന്തായിരിക്കും ഈ രാത്രി എത്ര മണിക്ക്? 1 മണിക്ക്. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ നേരത്തെ ചെയ്യാം. 10 മണിക്ക് ഞാൻ വാങ്ങി വെച്ചതാ. കോളേജൊന്നും ഇല്ല. യൂട്യൂബർക്കൊക്കെ അമീസ് പറഞ്ഞ പുറത്ത് ആള് വന്നുണ്ട്, ആരാണ് വന്ന് നിക്കണെന്ന് അങ്ങനെ പറയാന്ന്. വെള്ളം പോയി. ഒരു മാസമായിട്ട് സുഖം കിട്ടായിരുന്നു. ഞാനത് തുടങ്ങി കണ്ടില്ലേ. 12 മണിക്ക് 10 മണിക്ക് വിളിച്ച് പെരുമാറുണ്ടാവും.
അങ്ങനെ യൂട്യൂബിനെ പറ്റി അതെടുത്തില്ല. സർപ്രൈസ് എന്ന് വെച്ചത് ഇപ്പോൾ വല്ലാത്തൊരു സർപ്രൈസായി പോയിട്ടോ. ഞങ്ങൾ കിടന്ന് ഉറങ്ങിയില്ലോ. അപ്പോൾ ഇവനെ ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോകാറുണ്ട് ഇവരാട്ടോ ഇവൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരായിട്ട് പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇവൻ അവിടെ ലേറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണൊക്കെ കണ്ടു. അപ്പോൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ നേരത്തുമ്പോൾ ഇങ്ങനെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് പോവും. വരുമ്പോൾ എൻ്റെ ഒന്നില്ലെങ്കിൽ ഫോണിൽ ബെല്ലടിക്കും, അല്ലെങ്കിൽ ഫോണിൽ ബെല്ലടിക്കും. കോണിംഗ് ബെല്ലടിച്ച് ചിലപ്പോൾ ഞാൻ കേൾക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഫോണിൽ ബെല്ലടിക്കുമ്പോൾ ഞാൻ ഡോർ തുറന്നു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എനിക്കുള്ള സർപ്രൈസ് ആണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. കാരണം കേക്കൊക്കെ അങ്ങനെ ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ല. കാരണം ഇവനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ വേറെ അവർ മേടിച്ചുകൊണ്ട് വരും എന്നുള്ളൊരു ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ രാത്രി ഉറക്കത്തിൽ നിന്നായതുകൊണ്ടേ എനിക്ക് ഒന്നും പറയാനും കിട്ടുന്നില്ല. ആ ഒരു മൂഡ് അങ്ങോട്ട് പോയിന്ന് അറിയൂലേ, ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനത്തെ ഒരു സർപ്രൈസ് വീഡിയോ ആയിപ്പോയി. പിന്നെന്താ, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇതായതുകൊണ്ടേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കലാഭവൻ നവാസ് അങ്ങനെ മരിച്ചുല്ലോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ട് കിടന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിയും പോയിട്ടോ. അപ്പോൾ ഇതൊട്ടും നമ്മൾ പ്രതീക്ഷിക്കണമില്ലല്ലോ. പിന്നെ അതിൽ നിന്ന് പെട്ടെന്നായതുകൊണ്ട് അപ്പോൾ ഇവനിങ്ങനെ ഷിമ്മാമിയും ഗരിമാമിയും വന്നേക്കണം നട്ടോ എന്നോട് പറയണേ. അപ്പോൾ ഞാൻ പഠിച്ചു ഇനി എൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവനോട് അങ്ങനെയൊന്നും നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് ചിന്തിക്കുന്നൊന്നുമില്ല. വേഗം എണീറ്റ് വന്നാട്ടോ. അപ്പോൾ ഇവന് ഈ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയാം, അതിങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ കണ്ണിൽ എന്നെ തല്ലാൻ വന്ന പോലെ എനിക്ക് തോന്നണേ. എന്തോ ആരോ എന്നെ തല്ലാൻ വന്ന പോലെ നോക്കിക്കാട്ടോ. എപ്പോഴും കാണുന്ന പിള്ളേരാണെങ്കിലും നമുക്ക് അങ്ങനെയല്ല ഉറക്കത്തിന്ന് വരുമ്പോൾ. പിന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ പോയിട്ടോ. പിന്നെ എന്താ അങ്ങനെ. അപ്പം നിയാടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഇനി ഓരോരോ അവൻ്റേതായ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളി അതിലിടുന്നുണ്ട്. പുള്ളി പോണതും വന്നതും കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് എന്തോ ഇപ്പോൾ ഒരു വ്ളോഗിലേക്കൊക്കെ ഇറങ്ങാനും വ്ളോഗ് ചെയ്യാനൊക്കെ എന്തോ ഒരു തോന്നിയേക്കാം. എന്നെയും ഇങ്ങനെ പ്രസ് ചെയ്ത് തുടങ്ങും ഈ വ്ളോഗിടെ വീഡിയോ എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കലൊക്കെ ഞാൻ അങ്ങോട്ട് കുറച്ചിരുന്നതാണ്. അപ്പോൾ പിള്ളേർ ഫാമിലിയിൽ നിന്നും ഒക്കെ സപ്പോർട്ടാണ്. വീഡിയോ ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഇട്ട് തുടങ്ങണം. പിന്നെ ഈ മഴയൊക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കല്ലേ, നമുക്കങ്ങനെ വലിയ കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ തോട്ടാണ് നമ്മളിങ്ങനെ പോണത്. ഇൻഷാല്ലാ നമ്മൾ അതായിട്ട് വരും. പിന്നെ മര്യാദക്കൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ ഇടായിരുന്നു. എനിക്ക് ഇതുമല്ല എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ എത്തിയേനെ എനിക്ക് അങ്ങനെ ഞാൻ ചാനലിൽ വെച്ചിട്ട് ഒരു ഇത് അങ്ങനെ വിചാരിച്ച് തുടങ്ങിയ ചാനലൊന്നും അല്ല സത്യത്തിൽ. പിന്നെ എനിക്ക് ഒരു എനിക്കൊരു പരിമിതി ഉണ്ട്. അതിൽ നിന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാവൂ എന്നുള്ളൊരു ധാരണ എനിക്ക് തന്നെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് വൈറലാവാനും അങ്ങനെ എന്ത് കണ്ടൻറ്റ് കിട്ടിയാലും എനിക്ക് ഇടാനൊന്നും അങ്ങനെ പറ്റാത്തത്. ഈ പിള്ളേർ എല്ലാവരും സപ്പോർട്ട് ചെയ്താലും എനിക്കത് ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല അങ്ങനെയൊക്കെ തോന്നി. ഞാൻ തന്നെ കുറേ കഴിഞ്ഞ് മാറി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വൈറലാക്കി എടുക്കണമെങ്കിൽ എടുക്കാം, അതിനുള്ള കണ്ടൻറ്റും കണ്ടെത്തി എടുക്കാം, അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കുന്നതുകൊണ്ടാണ്. മര്യാദക്ക് റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടായിരുന്നെങ്കിൽ ഒരു പെട്ടെന്ന് ഇത്രയും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലേ, ഒരു 1K വീഡിയോകളും ഞാൻ ഇട്ടു. 1K അല്ല, അതിൽ കൂടുതൽ ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആക്റ്റീവ് നമുക്ക് അങ്ങനെയൊക്കെയാണല്ലേ, കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതിൽ നിന്നിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിള്ളേർ പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടോ അങ്ങനെയല്ല. അങ്ങനെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നിയാടെ ചാനലിൽ പോയി ഇതിൻ്റെ ഫുൾ വീഡിയോ കാണട്ടോ.